ഓനെ ശീലമില്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുക്കിട്ട് കുടിക്കാട്ടോ. വേണ്ടൊക്കെ ഇതൊക്കെ ശീലമാണ്. ദുബായിൽ അളിയൻ്റെ ആദ്യത്തെ സ്റ്റുഡിയോ 8 നിലയെ പൊട്ടി. കിടക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു. എല്ലാം നിർത്തിയിട്ട് തിരിച്ച് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം ഇവിടെ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണമെന്ന് അളിയൻ പറഞ്ഞു. പിന്നെ ആരെയൊന്നും അറിയിക്കാൻ നിന്നില്ല. ഞാനും കട്ടയ്ക്ക് അളിയനോടൊപ്പം കൂടി. അന്ന് അളിയന് പഴയൊരു കാറുണ്ടായിരുന്നു. അതിലായിരുന്നു കിടപ്പും ഭക്ഷണം കഴിക്കലൊക്കെ. അവിടെ നിന്ന് അങ്ങോട്ടൊരു 2 വർഷം നിലം തൊടാതെ പണിയെടുത്തു. കടവും വീട്ടി പോയ സ്റ്റുഡിയോയും തിരിച്ചു പിടിച്ചു. എല്ലാം സെറ്റാക്കി. അന്ന് ഞാൻ എൻ്റെ അളിയനിൽ കണ്ടൊരു തീയുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ഇക്കയിലും ആമേരയിലൊക്കെ കാണുന്നത്. കഷ്ടപ്പെട്ട നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലാന്നേ. ഒന്ന് ആഞ്ഞു പിടിച്ചാല് കൂടെ നിൽക്കാൻ കൂട്ടായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒക്കെ ശരിയാവും. അതേക്ക് നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാം, എല്ലാം ശരിയാവും. മോനെ കേറി വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. കുഴപ്പമില്ല. പിന്നെ അതെ, വലിയ പോസ്റ്റഡാണ്ട് വേണമെങ്കിൽ ഇറങ്ങും. ഉമ്മ നല്ല ഏലക്കിട്ട ചായ ഉണ്ടാക്കി തരും. ചായ കുടിക്കാൻ പുറയുള്ളവരൊക്കെ കൂട്ടിക്കൊണ്ട് വരാം. അപ്പം തന്നാ മതി. പിന്നെ ഉമ്മ ഉണ്ടാക്കിയ ചായ വേണ്ട. പിന്നെ അല്ല, ആമിറ ഇട്ട ചായ. അയ്യടാ, ഞാൻ ഉണ്ടാക്കിയത് മോൻ കുറെ കുടിക്കും. പോവാൻ നോക്ക്. വിട്ട എന്നാ കുറച്ച് കഴിഞ്ഞിട്ടാവാല്ലേ? ആയിക്കോട്ടെ. തല തന്നെയല്ലേ. നീണിട്ട് പോന്നാ. ഇതെന്താണിക്കാ ഈ നേരത്തെ ഒരു ചായ കൂടി? ഏയ്, ഉറക്കം വന്നില്ല. എനക്ക് വേണ്ട ചായ. എന്താണിക്കാ, പോയ കാര്യം നടക്കൂലേ? അതൊക്കെ ശരിയാവും. ഓർഡറും വരും. അതല്ല, പുതിയ പടികൾ കയറുമ്പോഴേക്കും കൂടുതൽ മുന്നൊരുക്കങ്ങൾ വേണമല്ലോ. അതാ കമ്പനി തുടങ്ങാനുള്ള കാശെല്ലാം ഞാൻ സുരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരല്ലോ. കമ്പനി വളരുമ്പോൾ സാമ്പത്തികമായിട്ട് ചില താങ്ങൊക്കെ നമുക്ക് ആവശ്യം വരും. വർക്കിച്ചായൻ അങ്ങേരൊന്നും കൂട്ടിയാ കൂടുന്ന കേസല്ല. പിന്നെ വേറൊരാളുണ്ട്. ആര്? ഒരു സുലൈമാൻ സേട്ട്, ബോംബെയിൽ വെച്ചുള്ള പരിചയ. ഒന്ന് പറഞ്ഞാൽ മതി, എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്യും. സമയമാട്ടെ. വാപ്പി രാവിലെ തന്നെ ഇത് എവിടെ പോയതാ? ബസാറ് വരെ. കണ്ട വഴി എന്നുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇല്ലാണ്ടായിരിക്കല്ലേ. അതിന്റെ കുറവ് തീർക്കാനായിട്ട് നമ്മുടെ ബോംബെ ചിക്കനും ചേർത്ത് ഒറ്റ പിടിയെ കണ്ടുപിടിക്കാം. എന്തേ? അല്ല, ഉച്ചക്ക് ഭക്ഷണത്തിന് നമുക്ക് റിയാസിനെ കൊണ്ട് വിളിച്ചാലേ? നമുക്ക് വേണ്ടി കുറെ ഓടിയല്ലേ. അതൊരു നല്ല കാര്യമാണ്. ചക്കൻ കൊള്ളാല്ലേ? ആണോ? അല്ലേ? ആണെന്ന് തോന്നുന്നു. ആണെന്നേ? ആണ്, പക്ഷെ നല്ല എന്റെ വാപ്പിയുടെ അത്രയും വരൂല. എന്റെ വാപ്പിയെ പോലെ നല്ല മനുഷ്യനെ ദുനിയാവിലെ മുഴുവനും നോക്കിയാലും കാണൂല. അത്രക്ക് റെയർ പീസാടി എന്റെ വാപ്പി. രാവിലെ തന്നെ ഇങ്ങനെ തള്ളി മറിക്കല്ലേ. വണ്ടി നേരെ അടുക്കളയിലേക്ക് പോട്ടെ. ഇമാതിരി തള്ളു സഹിക്കണ ഒരാള് അവിടെ ചായം തിളപ്പിച്ച് കാത്തിരിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഓനെ വിളിക്കാൻ മറക്കണ്ടാ. വിളിച്ചാ ഭക്ഷണമൊക്കെ കഴിക്കാൻ വരൂ, അതോ ചാടിയിടൂ?
സത്യം പറഞ്ഞ വേറൊരാളുടെ പുറേ പോയി ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പുരയിൽ എന്ത് നല്ല ഉണ്ടാക്കിയാലും അനിയനാ. ആണോ? പിന്നെ ഇളയ കുഞ്ഞാണ്ട് ഉമ്മയ്ക്ക് ഇച്ചിരി സ്നേഹമുള്ള മോനോടാണ്. അങ്ങനൊന്നുമില്ല മോനെ, 2 മക്കളോട് ഉമ്മമാർക്ക് ഒരേ സ്നേഹമായിരിക്കും. നിനക്ക് ആശ്വസിക്കാം. ദാ കുറച്ചുകൂടെ കഴിക്കും മോനെ. ഉമ്മ കേട്ടോ, എത്ര വേണം കേട്ടോ, ഞാൻ തീർത്തോളാം. ആ വാപ്പാ, വാപ്പയുടെ ബോംബെ ചിക്കൻ അസലായിട്ടുണ്ട്, സൂപ്പർ, ഒരു രക്ഷയില്ല. പാപ്പയോ? ഇന്നലെ വരെ ഇക്കായിരുന്നല്ലോ. അല്ല, നമ്മളൊക്കെ ഇത്ര അടുത്ത സ്ഥിതിക്ക് വാപ്പാന്ന് വിളിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ അമ്മ? പിന്നല്ല, ഞാൻ വിളിച്ചോ മോനെ, അതിലൊന്നും ഒരു തെറ്റുമില്ല. അതാണ്. കുറച്ചുകൂടെ കഴിക്കത്. ഞാൻ തന്നെ എടുത്തു. ആ വലിയ കഷ്ണം കൂടെ എടുക്ക. ഉമ്മ ഉമ്മയ്യ ശരി എന്നാ ഇറങ്ങട്ടെ. ശരി. ഡീസൽ ഇല്ല 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 ഇല്ല, ഞാൻ വാങ്ങില്ല. ഉമ്മ പോട്ടെ. ഓക്കെ, കാണാം. മോനെ, നമ്മൾ ഈ മെഷീൻസ് ഒക്കെ ഇവിടെ ഇട്ടിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൈഡിലല്ലേ? ആ മോനെ, അപ്പൊ അതിന് ഇവിടെ ഇട്ട് ഒരു 5 അടി അകലത്തിൽ 2 വശത്തേക്കും വെളിച്ചം കിട്ടുന്ന വിധത്തിൽ സെറ്റ് ഒരു ചെയ്ത് 8 ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ആ. പിന്നെ ഈ അയണിങ്ങും അതിന്റെ പരിപാടികളൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സൈഡിൽ. അപ്പൊ അത് കുത്താനുള്ള മറ്റേ എന്താ പ്ലഗ് പോയിന്റ് അതെ പ്ലഗ്, അത് ഒരു 3 പോയിന്റ് അവിടെ 1 2 3 3 3 ചെയ്യാം. പിന്നെ നമ്മുടെ കമ്പനിയുടെ ബോർഡ് അത് മുകളിൽ കയറ്റാനുള്ള ഏർപ്പാട് ചെയ്യണം. അത് ഈ വായിക്കാൻ പറ്റുന്ന വിധത്തിന്റെ ലൈറ്റോ കാര്യങ്ങളോ അത് ഞാൻ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബോർഡ് പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വാങ്ങിക്കാം. പിന്നെ വയറ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കമ്പനിയുടെ നല്ല ക്വാളിറ്റി സാധനം നോക്കി അത്രേ ഉള്ളൂ. വാങ്ങിക്കണേ. ഇക്ക പേടിക്കണ്ട, അതൊക്കെ ഞാൻ ഇട്ട്. എന്നാ പിന്നെ ശരി. ഓക്കെ, അറിയാം ഓക്കെ അല്ലേ? അല്ല ഓക്കെ. ആലോചിക്ക ബഷീറേ, ഞാനാ മിസൈല്. മനസ്സിലാക്ക. ബഷീറേ, നമുക്ക് വേണ്ടാത്തതും വേണ്ടുമായ കുറേ സാധനങ്ങൾ തഞ്ചത്തിൽ ഒത്ത് കിട്ടിയിട്ടുണ്ട്. വേണ്ടാത്ത എന്തിനേക്ക? അല്ലടോ, ഇയല്ല ഇന്നാള് പറഞ്ഞ കുറച്ച് തുന്നൽ മിഷനും മറ്റു സാധനങ്ങളൊക്കെ കിട്ടുമെന്ന്. എന്നാല് തഞ്ചത്തിൽ കുറച്ച് സാധനങ്ങൾ ഒത്ത് കിട്ടിയിട്ടുണ്ട്. ആഹാ, എന്നാ നമുക്ക് ഇന്ന് തന്നെ പോയൊന്ന് കണ്ടാലോ? ഒരു മിനിറ്റ്, റിഹേഴ്സലൊക്കെ തിരക്കൊന്നുമില്ല. ഒരു തിരക്കുമില്ല. ഇക്ക, ഞങ്ങളെന്നാ ഇപ്പൊ അങ്ങോട്ട് വരട്ടെ? നേരെ കടയിലോട്ട് വന്നോ, നമുക്ക് ഒപ്പരങ്ങ് പോവാം. എന്താ? ശരി, എന്നാ പെട്ടെന്ന് വരാം. ഇവിടെയാണല്ലേ കമ്പനി ആ, ഇവിടെ തുടങ്ങി വെക്കാം. മോൻ വണ്ടിയിട. അതെ മോളെ, ഞാൻ പുറത്തേക്ക് പോവാണ്, പെട്ടെന്ന് വരാട്ടോ. കല്യാണം വിളിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓ ശരി ശരി. കല്യാണ ഷർട്ട് റെഡി ആയിട്ടിരിക്കണ്ട. ഞാൻ മേടിച്ചോളാം.